ഹലോ ഗൈസ്, വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ 17ാമത്തെ ചാപ്റ്റർ വാല്യുവേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ള ഭാഗമാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് വർക്ക് ഇൻ പ്രോഗ്രസ്? നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് വർക്ക് ഇൻ പ്രോഗ്രസ്, അല്ലെങ്കിൽ നമ്മൾ സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയും. എന്താണത്? ഫോർ എക്സാമ്പിൾ, നമ്മളെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളൊരു മന്തിൻ്റെ ഒരു പീരിയഡിൽ ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, കുറച്ച് പ്രോഡക്റ്റ് പാർഷ്യലി കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. പാർഷ്യലി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 10% ആയിരിക്കും, അല്ലെങ്കിൽ 20%, അല്ലെങ്കിൽ 50%, 90% വരെയൊക്കെ കംപ്ലീറ്റ് ആയ പ്രോഡക്റ്റ്, പാർഷ്യലി കംപ്ലീറ്റ് ആയ പ്രോഡക്റ്റ് നമ്മളെ സ്റ്റോക്കിൽ ഇൻവെൻട്രിയിൽ ഉണ്ടാവും. ആ ഒരു പ്രോഡക്റ്റിനാണ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയാം. ആ സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമുക്ക് ഡയറക്റ്റ് കസ്റ്റമർക്ക് സെല് ചെയ്യാൻ പറ്റില്ല. അത് ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ, കസ്റ്റമർക്ക് അത് സെല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പാർഷ്യലി കംപ്ലീറ്റ് ആയ, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവാത്ത പ്രോഡക്റ്റിനാണ് നമ്മൾ സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയാം. സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ഇൻ പ്രോഗ്രസ് എന്നും പറയാം. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കോസ്റ്റിങ്ങിൽ നമ്മൾ കോസ്റ്റിങ്ങിൽ വർക്ക് ഇൻ പ്രോഗ്രസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ 1,00,000 രൂപ നമുക്ക് ടോട്ടൽ പ്രൊഡക്ഷന് കോസ്റ്റ് വന്നു. നമ്മൾ എൻഡിൽ ഒരു മന്ത് എൻഡിൽ നോക്കിയപ്പോൾ നമ്മൾ ടോട്ടൽ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 500 യൂണിറ്റ് 50% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ 1,00,000 രൂപ എന്നുള്ളത് ഈ 1000 യൂണിറ്റിലേക്ക് മാത്രമായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് തെറ്റാണ്. കാരണം എന്താണ്, അവിടെ വേറൊരു 500 യൂണിറ്റ് 50% കംപ്ലീറ്റ് ആയ മറ്റൊരു 500 യൂണിറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ 500ൻ്റെ 50% കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് ഈ ഒരു കേസിൽ ഈ 1,00,000 രൂപ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, ആദ്യം നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആയ 1000 യൂണിറ്റ് പ്ലസ് ഇതിൻ്റെ 50%, ഈ 500 യൂണിറ്റിന് 50%, 250 യൂണിറ്റ്, അത് 1250 യൂണിറ്റിലേക്കാണ് നമ്മൾ ടോട്ടൽ ഈ 1,00,000 രൂപ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം എന്താണ്, 1000 യൂണിറ്റ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള 250 യൂണിറ്റ്, 500 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യും, 50% കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പകുതി കോസ്റ്റ് അതിൽ ഓൾറെഡി ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 50% കൂടെ എടുത്തത്, അതായത് 250 യൂണിറ്റ് എന്നുള്ള കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റിനെ യൂണിറ്റിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ഇപ്പം നമ്മൾ ഈ 1250 കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനാണ് ഈക്വലൻ്റ് പ്രൊഡക്റ്റ് എന്ന് പറയാം. ഈക്വലൻ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയും. അതായത് എന്താണ്, നമ്മൾ സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റും കൂടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന് ഈക്വൽ ആക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതായത് ഈ ഒരു കേസിൽ 500 യൂണിറ്റ് ഉണ്ട്, പക്ഷേ 50% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതതിൻ്റെ ഈ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് ഈക്വലൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതായത് 250 ഫിനിഷ്ഡ് ഗുഡ്സിന് ഈക്വലൻ്റ് ആണത്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ടോട്ടൽ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ഈക്വലൻ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഈ ഒരു കേസിൽ നോക്കാം. ഒരു ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 800 യൂണിറ്റ് ഉണ്ട്. നമ്മൾ ഓപ്പണിങ്ങിൽ ഒരു മന്ത് ഓപ്പണിങ്ങിൽ നോക്കിയപ്പോൾ നമ്മളടുത്ത് 800 യൂണിറ്റ്, അത് 40% കംപ്ലീറ്റ് ആയ യൂണിറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തത്, യൂണിറ്റ് പ്രോസസ്സ് ചെയ്തത്, അതായത് നമ്മൾ 60,000 യൂണിറ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. മന്ത് എൻഡിൽ നോക്കിയപ്പോൾ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തത് 64,000 യൂണിറ്റ്. അതുപോലെ തന്നെ ഒരു ക്ലോസിങ്, മന്ത് എൻഡിൽ നോക്കിയപ്പോൾ ക്ലോസിങ് എത്ര ഉണ്ട്, 4,000 യൂണിറ്റ് ഉണ്ട്, അത് 60% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ഫോർ എക്സാമ്പിൾ നമുക്കൊരു 10,00,000 രൂപ അല്ലെങ്കിൽ ഒരു 5,00,000 രൂപയാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വന്നതിൽ, ഈ ഒരു പ്രോസസ്സിൻ്റെ കോസ്റ്റ് വന്നതെന്ന് വിചാരിക്കുക. ഈ ഒരു കേസിൽ നമ്മൾ എത്ര യൂണിറ്റിലേക്കാണ് ഈ 5,00,000 രൂപ അല്ലെങ്കിൽ എത്രയാണ് ടോട്ടൽ കോസ്റ്റ് അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക? അത് അലോക്കേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് എന്താണ്, നമ്മൾ ഈ ഓപ്പണിങ് നമ്മുടെ അടുത്ത് 8,000 യൂണിറ്റ് ഉണ്ട്, 40% കംപ്ലീറ്റ് ആയത്. അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ 60% നമുക്ക് എടുക്കാം. അപ്പോൾ 4,800, ഇതിൻ്റെ 60%ആണിത്. ഇനി അടുത്ത് എന്താണ്, യൂണിറ്റ് ഈ ഒരു പീരിയഡിൽ നമ്മൾ എത്ര യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, എത്ര യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ 60,000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്നാൽ 4,000 നമ്മളടുത്ത് യൂണിറ്റ് ഉണ്ട്, ക്ലോസിങ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പീരിയഡിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് 56,000 യൂണിറ്റാണ്.
അതായത് 60,000 നമ്മൾ ടോട്ടൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മളതിൽ ടോട്ടൽ 4,000 എന്തുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ ഈ ഒരു പീരീഡിൽ കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തത് 56,000 ആണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിലും കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കിൽ 4,000 യൂണിറ്റ് ഉണ്ട്. അതിൽ 60% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 2,400 ഈക്വലൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ എന്നുള്ളത് 63,200 ആണ് ഈ ഒരു കേസിൽ വരിക. അതായത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പീരീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് നമ്മൾ ഫുള്ളായിട്ട് എടുത്തു. അതുപോലെ തന്നെ ക്ലോസിങ് എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ടോട്ടൽ ആ ഒരു പീരീഡിലേക്കുള്ള ഈക്വലൻ്റ് പ്രൊഡക്ഷന് നമുക്ക് കിട്ടും. ഇനി ഇതുപോലെ തന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ്. അതായത് നമ്മൾ ടോട്ടൽ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്ത് എത്രയെന്ന് എടുക്കുക. 64,000 യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ 60% ആഡ് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ മുന്നത്തെ എത്ര കംപ്ലീറ്റ് ചെയ്തു അത് നമ്മൾ ഇന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 63,200 കിട്ടും. ഇത് മറ്റൊരു മെത്തേഡാണ് ഈക്വലൻ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഈക്വലൻ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടാവും. നമ്മൾ ഈ ഒരു പീരീഡിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത കുറച്ച് യൂണിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൽ നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ടോട്ടൽ ഈക്വലൻ്റ് ആയിട്ട്, അതായത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന് ഈക്വലൻ്റ് ആയിട്ട് എത്ര യൂണിറ്റ് അവിടെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈക്വലൻ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്തത്, ആദ്യം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കൺസിഡർ ചെയ്തു. ഓപ്പണിംഗ് സ്റ്റോക്കിൽ എന്ത് ചെയ്തു, എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി നമ്മൾ എന്ത് ചെയ്തു, ഈ പീരീഡിൽ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതിലെടുത്തു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പീരീഡിലേക്ക് പിന്നെ ആദ്യം എന്ത് ചെയ്തു, നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ബാലൻസ് ക്വാണ്ടിറ്റി എടുത്തു. അത് നമ്മൾ ഈ പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു പീരീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് അത് കൊടുത്തു. കാരണം എന്താണ്, അതും ഈ ഒരു പീരീഡിൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈക്വലൻ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, ഒരു പീരീഡിലേക്കുള്ള ഈക്വലൻ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കാൽക്കുലേഷൻ്റെ എക്സാമ്പിൾ, ഈ ഒരു കേസിൽ എന്ത് ഡയറക്റ്റ് ഇനി ഈക്വലൻ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് മെറ്റീരിയൽ ഇത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്തു, ഡയറക്റ്റ് ലേബർ ഇത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്തു, ഓവർ ഹെഡ് നമ്മൾ ഇത്ര പെർസെൻറ്റേജ് അപ്ലൈ ചെയ്തു. ഇതിൻ്റെ ബേസിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എത്ര ഓരോ ജോബിലേക്ക് അലോക്കേറ്റ് ചെയ്യണം, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എത്ര ഓരോ ജോബിലേക്ക് അലോക്കേറ്റ് ചെയ്യണം, ഡയറക്റ്റ് ഓവർ ഹെഡ് അതായത് മറ്റ് ഓവർ ഹെഡ് കോസ്റ്റുകൾ എത്ര ഓരോ ജോബിലേക്ക് അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കാൽക്കുലേഷൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു കേസിൽ ഇതിപ്പോൾ നമ്മൾ യൂണിറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ബിഗിനിങ്ങിൽ നമ്മൾ ഈക്വലൻ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ബിഗിനിങ് ഇൻവെൻട്രിയിൽ എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത് കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു പീരീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ എൻഡിങ് സ്റ്റോക്കിൻ്റെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ അതും നമ്മൾ കൺസിഡർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ആ യൂണിറ്റ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യും, ഈ യൂണിറ്റിനെ നമ്മൾ കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്താലേ നമുക്ക് കോസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ചില കേസിൽ എന്ത് ചെയ്യും, മെറ്റീരിയൽ പ്രൈസ് നമ്മൾ പർച്ചേസ് ചെയ്തത് മാറിയിട്ടുണ്ടാവും. നമ്മൾ മുന്നേ പർച്ചേസ് ചെയ്ത ബിഗിനിങ്ങിൽ സ്റ്റോക്കിലുള്ള മെറ്റീരിയൽ പ്രൈസ് ആവില്ല നമ്മൾ എന്ത് ചെയ്യും, പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലത്തെ എന്ത് ചെയ്യും, ചെറിയ കോംപ്ലിക്കേഷൻസ് അതിൽ വരും. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡുകളാണ് ആവറേജ് കോസ്റ്റിങ്ങും ഫിഫോ മെത്തേഡും. ഫിഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ആവറേജ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മെറ്റീരിയൽ വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ആ വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്ത മെറ്റീരിയലിൻ്റെ കോസ്റ്റും കൂടെ ആവറേജ് ചെയ്തിട്ട് ഒരു ആവറേജ് കോസ്റ്റിലാണ് പിന്നെ ആ മെറ്റീരിയൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുക. അതിനെയാണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയുക. എന്നാൽ ഫിഫോ ആകുമ്പോൾ എന്ത് ചെയ്യും, ബാച്ച് ബൈ ബാച്ചാണ്. നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റിന് ചിലപ്പോൾ പ്രൈസ് കുറവായിരിക്കും, റോ മെറ്റീരിയലിന് പ്രൈസ് കുറവായിരിക്കും. രണ്ടാമത്തേത് ഇൻട്രൊഡ്യൂസ് ചെയ്ത മെറ്റീരിയലിന് ചിലപ്പോൾ കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഇതെന്ത് ചെയ്യും, ഫിഫോയിലാവുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ റിലീസ് ചെയ്ത പ്രോഡക്റ്റിന് മെറ്റീരിയലിന്
റോ മെറ്റീരിയൽ കോസ്റ്റ് കുറവായിട്ടും പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് റോ മെറ്റീരിയൽ പ്രൈസ് കൂടുതലായിട്ടും ആ സീക്വൻസ് തന്നെ എന്ത് ചെയ്യും, അത് കൺസിഡർ ചെയ്യും. ആ ഒരു മെത്തേഡാണ് ഫിഫോ മെത്തേഡ് എന്ന് പറയാം. ഈ രണ്ട് മെത്തേഡാണ് ആവറേജ് കോസ്റ്റിംഗ്. ആവറേജ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്ത് കൊടുത്താൽ പിന്നെ എന്ത് ചെയ്യും, ഓൾറെഡി ഉള്ള കോസ്റ്റും നമ്മൾ ഇഷ്യൂ ചെയ്ത കോസ്റ്റും കൂടെ കമ്പയർ ചെയ്തിട്ട് ആവറേജ് കോസ്റ്റാണ് പിന്നെ അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നാൽ ഫിഫോ ആകുമ്പോൾ എന്ത് ചെയ്യും, അത് ഡയറക്റ്റ് എത്രയാണോ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ആ ഒരു കോസ്റ്റ് തന്നെ എന്ത് ചെയ്യും, ഓരോ ബാച്ച് ബൈ ബാച്ച് ആയിട്ട് അത് പ്രോസസ്സ് ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഫിഫോ മെത്തേഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, കോസ്റ്റിംഗ് കുറച്ച് കൂടുതൽ കോംപ്ലക്സ് ആവും. കാരണം എന്താണ്, നമ്മൾ ഓരോ ബാച്ചിനെയും ചിലപ്പോൾ ബിഗിനിങ് വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ ഒരു കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഈ പീരീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വേറെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇനി എന്ത് ചെയ്യും, നമ്മളെ ക്ലോസിംഗ് സ്റ്റോക്കിലുള്ളത് മറ്റൊരു കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഫിഫോ മെത്തേഡ് ആകുമ്പോൾ നോർമലി കുറച്ച് കോംപ്ലക്സ് കാൽക്കുലേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഫിഫോ മെത്തേഡ് നോർമലി നമ്മൾ എന്ത് ചെയ്യും, ലോജിക്കൽ കാൽക്കുലേഷൻ അല്ലെങ്കിൽ നോർമലി കമ്പനീസ് വളരെ കുറവായിരിക്കും യൂസ് ചെയ്യുക. കാരണം എന്താണ്, ഇത്രയും കോംപ്ലക്സ് കാൽക്കുലേഷനാണ് ഫിഫോ നമ്മൾ യൂസ് ചെയ്താൽ വരിക. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ സെയിം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും യൂണിറ്റ് കോസ്റ്റ് ആവറേജ് മെത്തേഡ് വെച്ചിട്ടും ഫിഫോ മെത്തേഡ് വെച്ചിട്ടും ആവറേജ് യൂണിറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു എക്സാമ്പിൾ. ഇനി എന്താണ്, നമുക്ക് അടുത്ത ഭാഗം നോക്കാം. പ്രൊസീജിയർ ഫോർ അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ചെക്ക് യുവർ പ്രോഗ്രസ് നോക്കാം. അതായത് ഡിഫൈൻ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ വെൻ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ്. ആദ്യമായിട്ട് എന്താണ് ഈക്വലൻ്റ് പ്രൊഡക്റ്റ്? ഈക്വലൻ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ്സിലുള്ള മെറ്റീരിയൽ നമ്മൾ എഫ് ജിക്ക് ഈക്വലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് അതും കൂടെ നമ്മൾ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യുന്നതിനാണ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ എന്ന് പറയാം. എപ്പോഴാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക? അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളെ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോഴാണ്. അതായത് നമ്മളൊരു പീരീഡിൽ കോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി സ്റ്റോക്ക് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റും ഉണ്ട്, സെമി ഫിനിഷ്ഡ് ആയിട്ട് വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ ഫുള്ള് കംപ്ലീറ്റ് ആവാത്ത പ്രൊഡക്റ്റും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് കാൽക്കുലേറ്റ് ചെയ്യും, ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. നെയിം ദ 3 സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ആർ ടു ബി പ്രിപ്പയർഡ്. എന്തൊക്കെയായിരുന്നു? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, പിന്നെ കോസ്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഈ ഓവർ ഹെഡ് മെറ്റീരിയലിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണം, ലേബറിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അതായത് ഓവർ ഹെഡിൻ്റെ കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യണം. അത് കോസ്റ്റിംഗ് ഷീറ്റും നമ്മൾ നോർമലി പ്രൊഡക്റ്റ് കോസ്റ്റിങ്ങിൽ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ്പ്ലെയിൻ ആവറേജ് മെത്തേഡ് ആൻഡ് ഫിഫോ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. ആവറേജ് മെത്തേഡ് എന്താണ്? നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ഒരു പ്രൈസിൽ നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തൊട്ട് ആവറേജ് കോസ്റ്റിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, യൂണിറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ആവറേജ് കോസ്റ്റാണ്. എന്നാൽ ഫിഫോ ആകുമ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ ചെയ്തത് ഫസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് ഫസ്റ്റ് കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളതാണ് ഫിഫോൻ്റെ അസംഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ബാച്ചിലും ഓരോ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോഴും സെപ്പറേറ്റ് കോസ്റ്റിംഗ് ആയിരിക്കും, ബാച്ച് ബൈ ബാച്ച് കോസ്റ്റിംഗ് ആയിരിക്കും ഫിഫോ മെത്തേഡിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്തേക്ക് നോക്കാം. പ്രൊസീജിയർ ഫോർ ഇവാലുവേഷൻ ഓഫ് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ. അതായത് ഈക്വലൻ്റ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്. അപ്പോൾ എന്താണ്, ആദ്യമായിട്ട് കുറച്ച് കാറ്റഗറി ഉണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ല, പ്രോസസ് ലോസ് ഇല്ല, ഇതൊരു കേസാണ്. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ല, പ്രോസസ് ലോസ് ഉണ്ട്, ഇതൊരു കേസാണ്. അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, പക്ഷേ പ്രോസസ് ലോസ് ഇല്ല. അതുപോലെ തന്നെ അടുത്തൊരു കേസ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, പ്രോസസ് ലോസും ഉണ്ട്. അപ്പോൾ ഈ ഓരോ കേസിലും എന്ത് ചെയ്യും, നമ്മൾ ഈ കേസിൽ നമ്മൾ പ്രോസസ് ലോസ് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഈ കോസ്റ്റിങ്ങിലേക്ക് കൺസിഡർ ചെയ്യണം.
ഓക്കെ, ഇതെല്ലാം കംപ്ലീറ്റ് ഓരോ എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഈ പുസ്തകം എടുത്ത് വെച്ചിട്ട് ഇതൊന്നൊന്ന് പഠിച്ച് നോക്കുക, ഒന്ന് വായിച്ച് നോക്കുക. അതിന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ കോസ്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമ്പിളാണ് ഇവിടെ കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് കംപ്ലീറ്റ് എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ്, കോംപ്രഹെൻസീവ് ഇല്ലുസ്ട്രേഷൻസ് ആണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെ, എങ്ങനെ ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എങ്ങനെ കൺസിഡർ ചെയ്യണം, അതുപോലെ തന്നെ പ്രോസസ് ലോസ്, നോർമൽ ലോസ് എങ്ങനെ കൺസിഡർ ചെയ്യണം, അബ്നോർമൽ ലോസ് എങ്ങനെ കൺസിഡർ ചെയ്യണം, അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇതിൽ നോക്കാം നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്തത്, അതുപോലെ തന്നെ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ ഇത് കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഓൾറെഡി ഈക്വലൻ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മെറ്റീരിയലിന് എത്ര, ലേബറിന് എത്ര, ഓവർ ഹെഡിന് എത്ര എന്നുള്ള പറഞ്ഞിട്ട് ഈക്വലൻ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും, ഇതിന് ഓരോന്നിനും എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ, ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താ ഇന്നത്തെ ഡിസ്കഷന് നമ്മൾ സമ്മപ്പ് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്തത് ആദ്യമായിട്ട് വർക്ക് ഇൻ പ്രോഗ്രസ്സിലുള്ള സ്റ്റോക്ക് എങ്ങനെ കൺസിഡർ ചെയ്യണം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോസ്റ്റിങ്ങിൽ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തത്. ആദ്യമായിട്ട് എന്താണ് വർക്ക് ഇൻ പ്രോഗ്രസ്, നമ്മൾ സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫുള്ള് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത പ്രോഡക്റ്റ് നമ്മളെ പ്രോസസ്സിലുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ ഈക്വലൻ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്താണ് ഈക്വലൻ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, നമ്മളിപ്പോൾ 50% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ആ ഒരു ടോട്ടൽ യൂണിറ്റിൻ്റെ 50% എന്ത് ചെയ്യാം, നമുക്ക് ഈക്വലൻ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന് ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ ഈ സെമി ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനും കൂടെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ഈക്വലൻ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഈക്വലൻ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന് നമ്മൾ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ 2 മെത്തേഡാണ്, ആവറേജ് മെത്തേഡും ഫിഫോ മെത്തേഡും. ആവറേജ് മെത്തേഡ് ആകുമ്പോൾ നമ്മൾ കോസ്റ്റ് എന്ത് ചെയ്യും, ഓൾറെഡി നമ്മൾ പ്രോസസ്സ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റും നമ്മൾ ഇഷ്യൂ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റും കൂടെ ആവറേജ് ചെയ്തിട്ട് ഒരു സിംഗിൾ കോസ്റ്റിലാണ് നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നാൽ ഫിഫോ മെത്തേഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഓരോ ബാച്ച് ബൈ ബാച്ച് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ആക്ച്വൽ ഓരോ മെറ്റീരിയലിനും എത്രയാണ് കോസ്റ്റ്, ആ ഒരു കോസ്റ്റാണ് നമ്മൾ ഫിഫോ മെത്തേഡിൽ കൺസിഡർ ചെയ്യുക. ഓക്കെ, നമ്മൾ ഇതിൽ ഉപയോഗിച്ചുള്ള കുറച്ച് കീവേഡ്സ് ആണ്. ഫസ്റ്റ് വൺ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ ആണ്. ഈക്വലൻ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഇറ്റ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോസസ് ഇൻ ടേംസ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്. ഇറ്റ് റെപ്രസെൻറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് എ പ്രോസസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്. അതായത് നമ്മൾ ഹാഫ് കംപ്ലീറ്റ് ചെയ്ത പ്രോസസ്സൊക്കെ ഉണ്ടെങ്കിൽ, പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റഡ് യൂണിറ്റിലേക്ക് ഈക്വലൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ഈക്വലൻ്റ് പ്രൊഡക്റ്റ് എന്ന് പറയാം. പിന്നെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്താണ്, നമ്മളൊരു ഇൻവെൻട്രി ഇഷ്യൂയിങ് മെത്തേഡാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് നമ്മൾ ആദ്യം റിസീവ് ചെയ്ത മെറ്റീരിയൽ നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യുന്നു, അതാണ് അതിൻ്റെ അസംഷൻ. അതുപോലെ തന്നെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അടുത്തൊരു മെത്തേഡാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ആകുമ്പോൾ നമ്മൾ ലാസ്റ്റ് റിസീവ് ചെയ്ത മെറ്റീരിയലാണ് നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ കൺവേർഷൻ കോസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ലേബർ പ്ലസ് ഓവർ ഹെഡിനെയാണ്, അതായത് നമ്മൾ പ്രൊഡക്റ്റ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോസ്റ്റിനെയാണ്, കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന കോസ്റ്റിനെയാണ് കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലേബർ കോസ്റ്റ് പ്ലസ് ഓവർ ഹെഡ് കോസ്റ്റ്, ഇതാണ് കൺവേർഷൻ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.